ഹലോ ഫ്രണ്ട്സ്, സമയമില്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കണ്ടേ. ഞാൻ എൻ്റെ തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറയേ. അപ്പം സാധാരണ ഞാൻ 2 കിഴങ്ങും 1 സവാളയും 1 തക്കാളി ഇട്ട സാമ്പാർ വെക്കുന്നത്. ഇന്ന് എനിക്ക് വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ആഡംബരം ആയിക്കോട്ടെ എന്ന് വെച്ച് അപ്പോൾ കുക്കറിനകത്താണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിനകത്ത് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് തുവര, സാമ്പാറിൻ്റെ വെജിറ്റബിൾസ്, പിന്നെ കുറച്ച് മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ചെറിയ പീസ് കായം ഇട്ട് കുക്കറിനകത്ത് നല്ലതായിട്ട് വേവിക്കണം. വേവിച്ചിട്ട് കടുക് വറുക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെക്കണം. എന്നിട്ട് ചീനിച്ചട്ടി അടുപ്പ് വെച്ച് ചൂടാകുമ്പോഴത്തേന് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് അതിലോട്ട് ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അതിലോട്ട് നമ്മുടെ സാമ്പാർ പൊടി, മല്ലിപ്പൊടി ഇട്ട് നല്ലതായിട്ട് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി. ഒത്തിരി അങ്ങ് ചൂടാക്കേണ്ട, കരിഞ്ഞു പോവും. വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ആ അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ സാമ്പാറിൻ്റെ വേവിച്ച് വെച്ചതിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് ഉപ്പ് നോക്കുക, പുളി നോക്കുക, എല്ലാം കറക്റ്റ് ആണെങ്കിൽ തീ ഓഫാക്കുക. നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി അടുത്ത ഇഡ്ഡലിയായി. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി അടുപ്പിൽ ഞങ്ങൾക്ക് ഒരു തട്ട് വെച്ച്, 2 തട്ട് വെച്ച്, 3 തട്ട് വെച്ച് എൻ്റെ ഇഡ്ഡലി വെന്തു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ